അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഹിജാബത്ത് കിട്ടുന്ന ദിവസമാണ്. ഈ ദിവസം നമുക്ക് എന്ത് ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുലേക്ക് ഇരു കൈയുമുയർത്തി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഹിജാബത്ത് കിട്ടും. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. എത്ര വലിയ വിഷമമാണെങ്കിലും ആ വിഷമങ്ങൾ മാറാനും സാമ്പത്തികമായ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും വെള്ളിയാഴ്ച രാവും പകലും ഒരുപോലെ നമ്മൾ സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് മുമ്പ് 200 തവണ ഈ ദിക്റ് ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. ആവശ്യങ്ങൾ നിറവേറാനും ഉദ്ദേശങ്ങൾ നടക്കാനും ജുമുഅക്ക് മുമ്പായി നാം ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ആദ്യത്തെ ഇസ്മായ യാ അള്ളാ എന്ന ഇസ്മ ജുമുഅക്ക് മുമ്പായി ചൊല്ലി ദുആ ചെയ്യുക. എന്നാൽ ഉത്തരം ഉറപ്പാണ്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് ശരീരവും വസ്ത്രവും ശുദ്ധിയായി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യാ അള്ളാ യാ അള്ളാ യാ അള്ളാ എന്ന നാമം 200 തവണ ചൊല്ലുക. ആത്മാർത്ഥമായി വിശ്വാസത്തോടെ നല്ല ഇഖ്ലാസോടെ ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുകയും ആഗ്രഹം നടക്കുകയും ചെയ്യും. ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് അള്ളാ എന്നത്. അതുപോലെ ഏറ്റവും മഹത്വമുള്ള ഒരു ദിക്റും കൂടിയാണ് ഇത്. തമ്പുരാൻ എന്നാണ് അള്ളാഹു എന്ന പേരിൻ്റെ അർത്ഥം. നാം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന നാമം കൂടിയാണ് ഇത്. രോഗം വന്നവർക്ക് രോഗം മാറാനും പ്രയാസങ്ങൾ മാറാനും ആഗ്രഹം നിറവേറാനും കടം വീടാനും യാ അള്ളാ യാ അള്ളാ എന്ന ഇസ്മ ചൊല്ലി മഹത്വായ ഈ നാമം ജുമക്ക് മുമ്പായി 200 തവണ ചൊല്ലി ദുആ ചെയ്താൽ മതി. യാ അള്ളാ യാ അള്ളാ യാ അള്ളാ എന്ന നാമം ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ വിഷമം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. ആ പ്രയാസം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുക. അത് മാറ്റിത്തരണേ എന്ന നല്ല നിയ്യത്തോടു കൂടി ചൊല്ലുക. യാ അള്ളാ എന്ന് വിളിച്ച് ചൊല്ലുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാകും. അത് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അള്ളാ എല്ലാവരും ഇത് ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.